പാർട്ടി തോറ്റിട്ടും തീരാത്ത പിണറായി വിജയന്റെ ഹുങ്ക് അല്ലെ പിണറായി വിജയന്റെ ധാർഷ്ട്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ജനൻ ടി വി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അല്ലെ വെനം ടി വി അങ്ങനെയാണ് പറയുന്നതാണ് ഏറ്റവും നല്ലത് അല്ലേ. അങ്ങനെ വെനം ടി വി പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റ് ഞാൻ കാണാനിടയുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കി അറിയാൻ പറ്റും. അവർ പറഞ്ഞിരിക്കുന്നത് പാർട്ടി തോറ്റുപോയിട്ടും പിണറായി വിജയന്റെ ഹുങ്കും പിണറായി വിജയന്റെ ക്ഷിപ്രകോപിത്തരവും മാറിയിട്ടില്ല. മാധ്യമ പ്രവർത്തകർക്കെതിരെ സംസാരിച്ചുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമ പാപ്പരാസികളെല്ലാം വലിയ രീതിയിൽ മെഴുകിക്കൊണ്ടിരിക്കുന്നത്. മീഡിയ വൺ അടക്കമുള്ള നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം വലതുപക്ഷ മാധ്യമങ്ങൾ എന്ന് വിളിക്കുന്നതാണല്ലേ ഏറ്റവും നല്ലത്. മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് വിളിക്കുന്നതിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. അങ്ങനെ മാധ്യമ പാപ്പരാസികൾ, വലതുപക്ഷ മാധ്യമ പാപ്പരാസികൾ എല്ലാവരും കൂടി പിണറായി വിജയന്റെ അണ്ണാക്കിലേക്ക് ഈ കോലും കുത്തിപ്പിടിച്ചുകൊണ്ട് ചെന്നായിരുന്നു. പിണറായി വിജയൻ സഖാവ് അവിടെ വെച്ച് കൊടുത്തൊരു മറുപടി എന്താണ്? നിങ്ങൾ ഈ ആവശ്യമില്ലാതെ വടിയും പിടിച്ചുകൊണ്ടൊന്നും വരണ്ട, നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറയും. നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ വീണ്ടും തെറ്റുമെന്നും പിണറായി വിജയൻ സഖാവ് അതേസമയം തന്നെ അവിടെ എടുത്തു പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ഈ രീതിയിൽ നമ്മുടെ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ആയതുകൊണ്ടാണല്ലോ വേട്ടയാടുന്നത്? എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നത്? വി ഡി സതീശൻ അടക്കമുള്ള സതീശനാദികൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ചെയ്യാത്ത പല കാര്യങ്ങളെപ്പറ്റിയും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട. അതിനെപ്പറ്റി ചോദ്യങ്ങളുമില്ല, അതിനെപ്പറ്റി പ്രശ്നങ്ങളുമില്ല, ഒരു കരച്ചിലുകളുമില്ല. എന്നാൽ പിണറായി വിജയൻ എവിടെ പോയാലും അവിടെയെല്ലാം ക്യാമറയും കുത്തിപ്പിടിച്ചുകൊണ്ട് ചെല്ലുന്ന അല്ലെ പൊക്കി പിടിച്ചുകൊണ്ട് ചെല്ലുന്ന മാധ്യമ പാപ്പരാസികളുടെ വൃത്തികെട്ട തോന്നിവാസങ്ങൾ. എങ്ങനെയെങ്കിലും ഒരു നെഗറ്റീവ് ക്യാമ്പയിൻ പിണറായി വിജയൻ എന്ന് പറയുന്ന 81 വയസ്സുകാരൻ്റെ മണ്ടയിലേക്ക് അടിച്ചേൽപ്പിക്കണം. അതിനുവേണ്ടി കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങളാണിതെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ടെന്നേ. പെണ്ണ് കേസിൽ എങ്ങനെ പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ പെടുത്താൻ പറ്റില്ല. കാരണം അങ്ങനെയുള്ള വൃത്തികെട്ട പരിപാടിക്കൊന്നും അയാൾ പോവില്ല. ഇനി മറ്റെന്തെങ്കിലും വിഷയങ്ങൾ, കോഴ കേസുകളിലോ മറ്റുള്ള കള്ളപ്പണം വെളുപ്പിക്കലോ അങ്ങനെയുള്ള അനുബന്ധ വിഷയങ്ങളിൽ പെടുത്താമെന്ന് വിചാരിച്ചാലോ അതിന് ഇവന്മാരെ കൃത്യമായിട്ടുള്ള തെളിവുകളില്ലെന്നേ. വെറും പ്രഹസനങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലെ വെറും ഡയലോഗുകൾ മാത്രമേ ഉള്ളൂ. ഒരാൾക്ക് പോലും പിണറായി വിജയനെ തൊടാൻ സാധിച്ചിട്ടില്ല. വി ഡി സതീശന്റെ ഏറെ ബന്ധുക്കളായിരുന്ന അല്ലെ വി ഡി സതീശന്റെ ബന്ധുക്കളായിരുന്ന ED എത്തിയിട്ട് പോലും പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് ഒരു പുണ്ണാക്കും കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ്? പിണറായി വിജയൻ എല്ലാം മറച്ചു വെച്ചു എന്ന് പലരും പറയുന്നുണ്ട്. പിണറായി വിജയൻ മറയ്ക്കാനുള്ള സമയം പോലും അവർ കൊടുത്തിട്ടില്ല. എവിടെ മറച്ചു വെച്ചാലും എന്തായാലും കള്ളത്തരം ചെയ്യുന്നവൻ ഒരു നാൾ പിടിയിൽപ്പെടും അല്ലേ. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നൊക്കെ പറയുന്നത് പോലെ പിണറായി വിജയൻ കള്ളത്തരങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളെങ്കിൽ ഒരു നാളിൽ പിണറായി വിജയനും പിടിവീഴും. എന്നാൽ പിണറായി വിജയനെതിരെ ഈ പറയുന്ന കുരച്ചുകൊണ്ട് ചാടി വീഴുന്ന പട്ടികൾക്ക് അറിയില്ലല്ലോ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ ഈ നാട് കട്ടുമുടിക്കാനോ അല്ലെ വിറ്റ് തീർക്കാനോ ആയിട്ട് അധികാരത്തിൽ വന്നവനല്ലെന്നും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് വന്നവനാണെന്നും ഈ പറയുന്ന അടിമകൾക്കറിയില്ല. അങ്ങനെ ഈ അടിമകൾ കിടന്ന് മെഴുകിക്കൊണ്ടേയിരിക്കും. അതിന് വേണ്ടിയിട്ട് മാധ്യമങ്ങളുടെ ഒരു വലിയ പ്രസരിപ്പ് അല്ലെ മാധ്യമങ്ങളുടെ ഒരു ബൂസ്റ്റ് നല്ല രീതിയിൽ ഇങ്ങനെ അടിച്ചു കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പിണറായി വിജയൻ സഖാവ് ആ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞതെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഒന്ന് കാണിച്ചു തരാം. ഒന്നുകൂടെ കണ്ടു നോക്കൂ. അദ്ദേഹം കാറിലേക്ക് കയറിയാണ്, ഡോറടച്ചു. കണ്ടില്ലേ, പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ വാഹനത്തിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ ഡോർ അടച്ചിരിക്കുകയാണ് മാധ്യമ പാപ്പരാസികൾ. മാധ്യമപ്രവർത്തകർ എന്തിനാണ് പിണറായി വിജയൻ കയറുന്ന കാറിൻ്റെ ഡോർ അടയ്ക്കാൻ പോകുന്നത്? പലരും പിണറായി വിജയനെതിരെ ബോഡി ഷെയ്മിങ് നടത്തിക്കൊണ്ട് ഇന്ന് രംഗത്തേക്ക് വന്നിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങളും കണ്ടതായിരിക്കും. ഇത്രയും പ്രായമായില്ലേ വീട്ടിൽ പോയിരുന്നൂടെ, ഇത്രയും പ്രായമായില്ലേ നടക്കാൻ പോലും വയ്യല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും കളിയാക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ഓർക്കണം, 81 വയസ്സുള്ള ഒരു മനുഷ്യനെയാണ് ഈ രീതിയിൽ കളിയാക്കുന്നത്. അയാളുടെ പ്രായം എന്ന് പറയുന്ന അയാളുടെ നമ്പറിൽ മാത്രം നിങ്ങളിങ്ങനെ പ്രായം കൂട്ടിക്കഴിഞ്ഞാൽ അയാളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു പ്രായവും ആയിട്ടില്ല. ഇത്രയും 81 വയസ്സായ ഒരു മനുഷ്യൻ അയാൾ എടുക്കുന്ന തീരുമാനങ്ങളിലും അയാൾ എടുക്കുന്ന നിലപാടുകളിലും കഴിഞ്ഞ 10 വർഷങ്ങളിൽ അയാൾ കേരളം ഭരിച്ചപ്പോൾ അയാൾ ചെയ്തിട്ടുള്ള പ്രവർത്തികളുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രായമെന്ന് പറയുന്നൊരു സാധനം വെറുതെ ഒരു സംഖ്യ മാത്രമാണെന്ന് നമുക്ക് തോന്നിപ്പോകും അല്ലേ. ഇന്നത്തെ അധികാരത്തിലിരിക്കുന്ന വെറും 62 വയസ്സ് മാത്രമുള്ള വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കില്ലാത്ത ആണത്വവും ധൈര്യവും നമ്മുടെ പിണറായി വിജയൻ എന്ന് പറയുന്ന 81 വയസ്സുകാരനുണ്ടായിരുന്നു. അല്ലേ 81 വയസ്സുകാരൻ ഇപ്പോഴും ഉണ്ട്. ഒരാളുടെ മുൻപിലും ചോർന്നു പോകാത്ത ധൈര്യമാണ് പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനുള്ള. അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്, ഞാനൊരു മുഖ്യമന്ത്രി അല്ലായിരുന്നുവെങ്കിൽ, ഞാനൊരു ജനപ്രതിനിധി അല്ലായിരുന്നുവെങ്കിൽ ഒരു ഇന്ദ്രനോ ഒരു ചന്ദ്രനോ എന്നെ തടുക്കാനാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
ഒരുപാട് ആളുകളുടെ വിരട്ടലും വിലപേശലുകളും ഒക്കെ കണ്ടിട്ട് തന്നെയാണ് അയാൾ ഈ അധികാരത്തിൽ വന്ന് ഇത്രയും നാളായിട്ട് നമ്മുടെ കേരളത്തിനെ 10 വർഷം കഴിഞ്ഞ 10 വർഷം പൊന്നുപോലെ നോക്കിയിട്ട് ഇന്ന് പ്രതിപക്ഷ നേതാവായിട്ട് ആ സ്ഥാനം വഹിക്കുന്നത്. പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന പിണറായി വിജയനെ എങ്ങനെയെങ്കിലും പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണം. ആ നേതാവെന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന സ്ഥാനത്ത് അയാൾ ഇരിക്കാൻ പാടില്ല. അയാളുടെ പ്രായം ഒരു പ്രശ്നമാണ്, ഓടിയെത്താൻ പറ്റാത്ത ഒരു പ്രശ്നമാണ്, അയാളുടെ നടപ്പൊരു പ്രശ്നമാണ്, അയാളുടെ എല്ലാ രീതികളും ഒരു പ്രശ്നമാണ്. അയാളെ കാണുന്നത് ചതുർത്ഥിയാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കും കുറേ അടിമ സംഘികൾക്കും കൊങ്ങികൾക്കും കമ്മികൾക്കുമൊക്കെ അടിമകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവരിങ്ങനെ കിടന്ന് കുരച്ചുകൊണ്ടേയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവായിട്ടിരിക്കാൻ പിണറായി വിജയൻ യോഗ്യനല്ല, മാറ്റിയേക്കാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഈ സതീശനാദികൾ കാണിക്കുന്ന തോന്നിവാസങ്ങൾക്കെതിരെയും പിറപ്പുകേടുകൾക്കെതിരെയും ശക്തമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരാൾ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ആരുമില്ല. കാരണം ഇവരിയ്ക്കുന്ന സമയത്ത് തന്നെ പിണറായി വിജയൻ സഖാവ് മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവായിട്ടുണ്ടായിരുന്ന ആളുകളാണ് വി ഡി സതീശൻ, രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും അങ്ങനെയുള്ള ആളുകളൊക്കെ. അപ്പം അങ്ങനെ ഇരിക്കുന്ന ആളുകൾക്കൊപ്പം അവരുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ പിണറായി വിജയൻ സഖാവിനെ പോലെ തന്നെ ഒരാൾ വേണം. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എതിർവശത്ത് തൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ തങ്ങൾക്ക് തകർക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനാണ്, നിലപാടുകളുടെ രാജകുമാരനും, അല്ലെങ്കിൽ അയാൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ എപ്പോഴും ഉറപ്പുള്ളതെന്നും ഇവർക്ക് തോന്നിയത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും പിണറായി വിജയനെ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അടിമപ്പണിയാണ് നമ്മൾ കാണുന്നത്. ഇതോടൊപ്പം തന്നെ നിങ്ങളെ കാണിക്കേണ്ട വേറെ ഒരു വീഡിയോ ഉണ്ട്. ഞാൻ നിങ്ങളെ ഇന്നലെയും കാണിച്ചാണ്, ഇന്ന് ഒന്നുകൂടി കാണിച്ചു തരാം. പിണറായി വിജയൻ സഖാവ് പോകുമ്പോൾ മാധ്യമ പ്രവർത്തകരുടെ അടുത്ത് പറയുന്നൊരു കാര്യം. കണ്ടില്ലേ, അദ്ദേഹം അതും പറഞ്ഞിട്ട് അദ്ദേഹം നടന്നു പോകുകയാണ്. അതേ സമയത്ത് തന്നെ അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ കുറച്ച് മുൻപ് കണ്ടത് അദ്ദേഹം മാധ്യമ പ്രവർത്തകരെല്ലാം കൂടി മൈക്കും കുത്തിപ്പിടിച്ചുകൊണ്ട് അണ്ണാക്കിലേക്ക് കുത്തി കയറ്റാനായിട്ട് ചെല്ലുന്ന സമയത്താണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്, നിങ്ങൾ ഈ വടിയും പിടിച്ചുകൊണ്ട് എൻ്റെ പുറകെ വരണമെന്നില്ല, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറയുമെന്നുള്ളത്. ആരുടെയും എവിടെയും ഏത് മുഖത്തും നോക്കി ഏതൊരു സമയത്തും പറയാൻ ധൈര്യമുള്ളൊരു മനുഷ്യൻ്റെ അടുത്തേക്ക് ഈ കോലും കുന്തവും ഒക്കെ പിടിച്ചുകൊണ്ട് ചെല്ലേണ്ട ആവശ്യകതയൊന്നും ഇല്ല സുഹൃത്തുക്കളെ, മാധ്യമ പാപ്പരാസികളെ. നിങ്ങൾക്ക് കിട്ടേണ്ടത് ന്യൂസ് അല്ല, നിങ്ങൾക്ക് കിട്ടേണ്ടത് അപ്ഡേഷൻസ് അല്ല. പിണറായി വിരുദ്ധത പരത്താൻ വേണ്ടിയിട്ട് ഒരു സാധനം കിട്ടണം. അതെടുത്തുകൊണ്ട് വലിയ രീതിയിൽ മാധ്യമങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തതാണ് നമ്മുടെ നാട്ടിലെ അടിമകളുടെ മുന്നിലേക്ക്. പക്ഷേ ഇത് ചെന്നെത്തിപ്പെട്ടത് അടിമകളുടെ മുന്നിൽ മാത്രമല്ല, പിണറായി വിജയനെ അറിയാവുന്ന രാഷ്ട്രീയം നോക്കാത്ത ഒരുപാട് ആളുകൾക്കിടയിലേക്കാണ്. അവരെല്ലാവരും പറഞ്ഞത് എന്താണ്, കൊടുക്കേണ്ട ഇടത്ത് വെച്ച് തന്നെ കൊടുക്കാൻ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ കഴിഞ്ഞ ആളുള്ളൂ. പല രാഷ്ട്രീയത്തിലുള്ള, ഇപ്പോൾ കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ആം ആദ്മി ആയിക്കോട്ടെ, ഏതൊരു പാർട്ടി പ്രവർത്തകരും ആയിക്കോട്ടെ, എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ് പിണറായി വിജയൻ സഖാവ് തന്നെയാണ് ശരി, അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ശരി, ആവശ്യമില്ലാത്ത ഇടത്ത് ക്യാമറയും കുത്തിപ്പിടിച്ചുകൊണ്ട് ചെല്ലുന്ന ഇവന്മാർക്ക് ഇത് തന്നെ കിട്ടണമെന്നാണ് പറഞ്ഞത്. മീഡിയ വൺ അടക്കമുള്ള ആളുകൾ വലിയ ഹെഡ്ലൈനുമായിട്ട് ചെന്നാണ് പിണറായി വിജയൻ അങ്ങ് ഉണ്ടാക്കി, പിണറായി വിജയൻ ഇങ്ങനെ പറഞ്ഞു, ഇത്രയും ധാർഷ്ട്യമുള്ള ഇത്രയും വൃത്തികെട്ടവനാണ് പിണറായി വിജയൻ എന്നൊക്കെ പറയാൻ ശ്രമിച്ചതാണ്. പക്ഷേ നല്ല ആളുകളുടെ ഇടയിലേക്ക് ഇവർ പ്രതീക്ഷിച്ച ഓഡിയൻസിനെ അല്ല കിട്ടിയത്. നല്ല ബുദ്ധിയും വിവേകവുമുള്ള ഒരാളുടെ മുന്നിലും അടിമയായിട്ടിരിക്കാത്ത ജനങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ തന്നു. അവരതിനെ ശക്തമായിട്ട് എതിർത്തു. ഇങ്ങനെ എതിർത്തപ്പോൾ നിക്കക്കള്ളി ഇല്ലാതെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഈ മാധ്യമ പാപ്പരാസികൾ വി ഡി സതീശൻ്റെ മുന്നിലേക്ക് ഇത്തരത്തിൽ ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് ചെല്ലുന്നില്ല? അല്ലെ, വി ഡി സതീശൻ പോകുന്ന ഇടങ്ങളിൽ ക്യാമറയും കൊണ്ട് ചെല്ലുന്നില്ല? വി ഡി സതീശൻ കടക്ക് പുറത്തുനിന്ന് പറയാറില്ല എന്നാണ് ഇവർ പറയുന്നത്. പിണറായി വിജയൻ കടക്ക് പുറത്തെന്ന് പറയും. പക്ഷേ വി ഡി സതീശൻ ചെയ്യുന്നത് എന്താണ്? പുറത്തിറക്കി കഥ കടയ്ക്കുമെന്നാണ് പറയുക. പിണറായി വിജയൻ ഒറ്റയടിക്ക് പറയുകയാണ് കടക്ക് പുറത്ത്, അത് അവരുടെ മുഖത്ത് നോക്കി പറയുകയാണ്. എന്നാൽ വി ഡി സതീശൻ ചെയ്യുന്നതോ മറ്റുള്ള ഇവരുടെ പ്രവർത്തകരെ വെച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തകരോട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറയും. ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിരിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളങ്ങ് സന്തുഷ്ടരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങ് പുറത്ത് നിൽക്കും. പിണറായി വിജയനെ എങ്ങനെയും പെടുത്തണം, അതിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന പരാക്രമങ്ങളിലെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ കാണുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, അയാൾ തോറ്റാലും ജയിച്ചാലും അയാൾക്ക് ഒരൊറ്റ സ്വഭാവമേ ഉള്ളെന്നേ. അയാൾ അപ്പപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നൊരു സ്വഭാവക്കാരനല്ല, പലതന്തയ്ക്ക് പറഞ്ഞൊരു സ്വഭാവം കാണിക്കുന്ന ഒരു മനുഷ്യനല്ല പിണറായി വിജയൻ സഖാവ്. അത് ഈ കഴിഞ്ഞ 10 വർഷം ഇവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്കെല്ലാം മനസ്സിലായതായിരിക്കും. ഒരാൾക്ക് എത്ര നാൾ അഭിനയിക്കാൻ സാധിക്കും ഒരു നല്ലൊരു മനുഷ്യനായിട്ട്? കൂടിപ്പോയാലൊരു 2 മാസം
കഷ്ടിച്ച് 2 മാസം അഭിനയിക്കാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ ആ അഭിനയമായിരുന്നു, അയാൾ ഇത്രയും കാലം കാണിച്ചുകൊണ്ടിരുന്ന അയാളുടെ വ്യക്തിത്വമല്ല, അയാൾ വെറുതെ ഇങ്ങനെ മുഖംമൂടി ധരിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. നമ്മളാണെങ്കിൽ പോലും നിങ്ങൾ നോക്കിയാൽ മതി, ഒരു മിസ്റ്റർ പെർഫെക്റ്റ് ആകാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു മാസം 2 മാസം കഷ്ടിച്ച് നമുക്ക് അങ്ങനെ ഇരിക്കാൻ സാധിക്കും. പിന്നീട് അതിനുശേഷം നമ്മുടെ ഉള്ളിലുള്ള ആ നമ്മളെ തന്നെ ഇങ്ങനെ പുറത്തേക്ക് തനിയെ ചാടി വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ വി ഡി സതീശൻ എന്ന് പറയുന്ന ചിരിക്കുന്ന മുഖ്യമന്ത്രിയിൽ നടക്കുന്ന കാര്യങ്ങളെ പോലെ തന്നെ. അപ്പോൾ പിണറായി വിജയൻ സഖാവ് കഴിഞ്ഞ 10 വർഷം ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? മാധ്യമങ്ങളോട് വലിയ സ്നേഹമുള്ള ഒരാളായിരുന്നു പിണറായി വിജയൻ സഖാവ്. അദ്ദേഹത്തിന് സ്നേഹമില്ലായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം സ്നേഹം കാണിക്കേണ്ട ഇടങ്ങളിൽ സ്നേഹം കാണിക്കും, പറയേണ്ട ഇടങ്ങളിൽ പറയേണ്ടത് പറയും. ആരുടെ മുഖത്ത് നോക്കിയും എന്ത്, എങ്ങനെ, എവിടെ, എപ്പോൾ പറയണമെന്ന് കൃത്യമായിട്ടുള്ളൊരു ബോധ്യമുള്ളൊരു മനുഷ്യൻ തന്നെയായിരുന്നു പിണറായി വിജയൻ സഖാവ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലെ മാധ്യമ പാപ്പരാസികൾക്ക് അദ്ദേഹം ഒരു വെറുക്കപ്പെട്ട ഒരു വ്യക്തിയായി മാറിയത്, അല്ലെങ്കിൽ ഒരു കർക്കശ സ്വഭാവക്കാരനായി മാറിയത്. അതുമല്ലെങ്കിൽ ഒരു ഏകഛത്രാധിപതി അല്ലെങ്കിൽ ഏകാധിപതിയായിട്ട് അവർക്കിങ്ങനെ വിവരിക്കാനായിട്ടൊരു കാരണമായത്. പിണറായി വിജയൻ സഖാവ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, നിയമസഭയിൽ വെച്ച് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, വി ഡി സതീശനെ എല്ലാവരെയും മുന്നിലിരുത്തിക്കൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? വി ഡി സതീശൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ നുണകളുടെയും കാപട്യത്തിന്റെയും ഒരു പ്രതീകമാണ്, ഒരു മനുഷ്യരൂപമാണ്. അങ്ങനെ ആവാൻ പിണറായി വിജയനെ കിട്ടില്ല. നിങ്ങൾ പറയുന്നതെല്ലാം അതേപോലെ പറയാനായിട്ടല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും അവരുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അധികാരത്തിൽ വന്നവരാണ് ഞങ്ങൾ. അത് ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഒരു വിട്ടുവീഴ്ചയും വരുത്താൻ ഞങ്ങൾ തയ്യാറല്ല. എവിടെ എന്ത് എപ്പോൾ പറയണമെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യം എനിക്കുണ്ടെന്ന് തന്നെയാണ് പിണറായി വിജയൻ സഖാവ് പറഞ്ഞത്. അങ്ങനെ പറയാനായിട്ട് ഗട്ട്സ് ഉള്ള ഒരാളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ആരുമില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അത് പിണറായി വിജയൻ സഖാവിന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ളൊരു മനുഷ്യനെയാണ് നിങ്ങളിങ്ങനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കാനായിട്ട് പോകുന്നത്. എന്തൊരവസ്ഥയൊക്കെയാണല്ലേ. പിണറായി വിജയൻ്റെ പിന്നാലെ ഒരു പട്ടിയെ പോലെ നടക്കുകയാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ. വേറെ ഒരു പ്രശ്നങ്ങളും അവർക്ക് റിപ്പോർട്ട് ചെയ്യാനില്ല. അവർക്ക് ആകെ വേണ്ടത് പിണറായി വിജയൻ്റെ ആ ഒരു പതനം കാണണം, അല്ലെ പിണറായി വിജയനെ എങ്ങനെയെങ്കിലും അങ്ങ് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ ഈ അടിമകളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കണം. അവർക്കാകുമ്പോൾ പിന്നീട് അവർക്ക് അത് റിയാക്ട് ചെയ്യാം, PR വർക്ക് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനുവേണ്ടി കാണിച്ചു കൂട്ടുന്ന ഓരോ നെറികെട്ട പരിപാടികൾ. എന്തായാലും അയാൾ ഒരിക്കലും അപ്പപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന ഒരു സ്വഭാവക്കാരനല്ല. അയാൾ എല്ലായ്പ്പോഴും ഒരേപോലെ തന്നെയാണ്. ജയിച്ചാലും അങ്ങനെയാണ്, തോറ്റാലും അങ്ങനെയാണ്. ആ ഒരു സ്വഭാവത്തിൽ അയാൾ ഒരിക്കലും മാറ്റം വരുത്താറില്ല. അതുകൊണ്ട് തന്നെയാണ് അയാൾ അങ്ങനെ പ്രതികരിച്ചിരിക്കുന്നത്. ഇതൊരവസ്ഥയാണ് ഈ മാധ്യമ പാപ്പരാസികൾ നിങ്ങളുടെയൊക്കെ.